ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു നാടൻ കപ്പപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നാടൻ കപ്പപ്പുഴുക്കെന്ന് പറയാൻ പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കപ്പ കടയിൽ നിന്ന് മേടിച്ചതല്ല, നമ്മുടെ വീടിൻ്റെ ടെറസിലുണ്ടായതാണ്. അന്നേരം നമുക്ക് കപ്പ പറിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോക്കിയാൽ ഈ കപ്പ നമ്മൾ നട്ടിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലാണ്. ഇതിൻ്റെ കപ്പ നോക്കിയാൽ തന്നെ അറിയാം, ചെറിയൊരു കമ്പാണ് അതിന്. കൂടെ അതേപോലെ തന്നെ ഒരു കപ്പളം നിൽക്കുന്നുണ്ട്, ഒരു വേപ്പും തൈയൊക്കെ നിൽക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പോകാതെ വേണം നമുക്ക് കപ്പ പറിക്കാൻ. അന്നേരം നമുക്ക് എങ്ങനെയാണ് കപ്പ പറിക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ 2 കിഴങ്ങാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 കിഴങ്ങല്ല, ഉള്ളി കുറേ കപ്പക്കിഴങ്ങുണ്ട്. പക്ഷേ കപ്പളത്തിൻ്റെ വേരിൻ്റെ അടിയിലും കൂടെ ആയതുകൊണ്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അന്നേരം നമുക്കിനി ഒന്നുകൂടെ അത് ചെയ്ത് നോക്കാവേ. വലിയ കിഴങ്ങായിരുന്നു കിട്ടിയിരുന്നത്. അന്നേരം നോക്കാം ഇനി നമുക്ക് അറിഞ്ഞുകൂടാ എത്ര കിഴങ്ങ് കിട്ടുമെന്ന്. ഇനി നമുക്ക് ഉള്ളിലൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കപ്പയെല്ലാം പറിച്ച് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കപ്പക്കിഴങ്ങെല്ലാം പറിച്ചെടുക്കാൻ. എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടെ നിന്ന വലിയൊരു കപ്പളമായിരുന്നു. അതിൻ്റെ അടിയിൽ വേര് കിടക്കുന്നതുകൊണ്ട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇത്രത്തോളം കപ്പ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ കപ്പയുടെ തൊലിയെല്ലാം പൊളിച്ച് നമുക്കെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ട്. ഇത് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുമ്പം കുത്തുന്നതിന് മുമ്പ് ഇത് നല്ലവണ്ണം കഴുകുവാണെങ്കിൽ ഒത്തിരി ബെറ്റർ ആയിരിക്കും. കാരണം ഇങ്ങനെ ചെളി ഇരുന്നാൽ കൊത്തിക്കഴിയുമ്പം ഇത് പോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം നമുക്ക് നല്ല വൃത്തിയായിട്ട് കിഴങ്ങെല്ലാം കഴുകിയെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ കപ്പ മേടിക്കുമ്പോൾ കറുത്ത കപ്പ, അതേപോലെ തന്നെ കരിമ്പൻ അടിച്ച പോലെ ഉള്ള കപ്പ, നീല നിറമൊക്കെ പിടിച്ച അങ്ങനത്തെ കപ്പയൊന്നും നമ്മൾ മേടിക്കരുത്. അങ്ങനെയൊക്കെ നമ്മൾ പുഴുക്കുണ്ടാക്കിയാൽ ഒരു ടേസ്റ്റും കാണത്തില്ല. അന്നേരം നമുക്ക് പതിയെ കപ്പ എല്ലാം കൊത്താൻ തുടങ്ങാതെ. കപ്പ കൊത്തുമ്പം പതിയെ പതിയെ കൊത്തിയെടുക്കുക. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടുക്കൊരു പോലത്തെ ഒരു സാധനമുണ്ട്. അതൊക്കെ കൊത്തുമ്പം തന്നെ റിമൂവ് ചെയ്ത് കളയണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് കപ്പയെല്ലാം നല്ലവണ്ണം കൊത്തി കിട്ടിയിട്ടുണ്ട്. കപ്പ കഴുകുന്ന ഈ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അത് പോയി. അന്നേരം നമ്മൾ കപ്പ കഴുകുമ്പോഴും നല്ലവണ്ണം കഴുകിയെടുക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ കപ്പയ്ക്കകത്ത് ചില ടോക്സിൻസ് ഉണ്ട്. കഴുകാതെ ഒരിക്കലും അത് യൂസ് ചെയ്യരുത്. നമ്മൾ കപ്പ സാധാ ഇതുപോലല്ല വെക്കുന്നത്, കുക്കറിലാണ് ഇന്ന് നമ്മൾ വെക്കുന്നത്. കാരണം രാവിലെയാണ് കപ്പ വേവിക്കാൻ തീരുമാനിച്ചത്. അന്നേരം പെട്ടെന്ന് വേവിച്ച് കിട്ടണമെങ്കിൽ കുക്കറിൽ തന്നെ വെക്കണം. അന്നേരം നമ്മൾ കപ്പ കുക്കറിൽ വെച്ച് ഒരു വിസിലടിക്കുമ്പോഴാണ് ഇനി ഊറ്റാൻ പോകുന്നത്. ഇനി നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയുള്ള അരപ്പുണ്ടാക്കാവേ. അതിനുവേണ്ടി ആദ്യം നമ്മൾ തേങ്ങ ചിരണ്ടുക. എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, കുറച്ച് തേങ്ങ മതി. പിന്നെ ഉള്ളി വേണം, വെളുത്തുള്ളി വേണം. പിന്നെ ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാവേ. പിന്നെ ഒരു പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട്, കരിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാമാണ് അരപ്പിന് വേണ്ട സാധനങ്ങൾ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ എടുത്ത് വെക്കുക. ഉള്ളി, കരിവേപ്പില, തേങ്ങ, മുളക് എല്ലാം കൂടെ നമ്മൾ കപ്പയുടെ അരപ്പിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഇത് മിക്സിയിലിട്ട് നമ്മൾ ചമ്മന്തി പോലെ അരച്ചെടുക്കണ്ട. നമ്മൾ പതിയെ എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ.
അരഞ്ഞു പോയാൽ ഈ അരപ്പ് കൊള്ളുകയില്ല. അന്നേരം നമ്മൾ മിക്സിയിലിടുക, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ഇപ്പം നമ്മൾ കപ്പയ്ക്കുള്ള അരപ്പ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയ്സ് നമുക്ക് ഒരു വിസിലടിച്ച് കേട്ടോ കുക്കർ. കപ്പ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഊറ്റിയെടുക്കാം കേട്ടോ. അന്നേരം നമ്മൾ അരപ്പ് വരച്ച് കിട്ടിയിട്ടുണ്ട്. അരപ്പിലേക്ക് ഉപ്പിട്ടു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ കപ്പ വെന്ത് കഴിഞ്ഞതിന് ശേഷമേ ഉപ്പിടാവുള്ളൂ, അല്ലെങ്കിൽ കപ്പ വെന്ത് കിട്ടത്തില്ല. കുക്കറിലല്ല, അല്ലാതെ തന്നെ ചെയ്താലും കപ്പ വെന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലോട്ടാണ് ഉപ്പിടേണ്ടത്. ഇപ്പം നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നതിനകത്ത് നമ്മൾ അരപ്പിട്ടിട്ടുണ്ട്. അരപ്പിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാവേ. നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, നമ്മുടെ കപ്പ നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസിലടിച്ചപ്പോൾ തന്നെ. അത് ഇങ്ങനെ നമ്മൾ നല്ലപോലെ കപ്പ കുത്തി ഇളക്കി നല്ലപോലെ നല്ല പുഴുക്കായിട്ട് കിട്ടുവേ. അപ്പോൾ ഗൈസ് നമുക്ക് നല്ല അടിപൊളി കപ്പപ്പുഴുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പുഴുക്കൊക്കെ നല്ലവണ്ണം ഇളക്കി നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി പതിയെ ഈ കപ്പ വേവിച്ചത് ഒന്ന് കഴിച്ച് നോക്കാവേ. അന്നേരം ഞാൻ പറഞ്ഞില്ലായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു. അതും കൂടെ കൂട്ടി നമ്മൾ കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റിലാണ് കിട്ടിയിരിക്കുന്നത്. അന്നേരം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ കപ്പയൊന്ന് വേവിച്ച് ട്രൈ ചെയ്ത് നോക്കണം.